ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 8 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. 14 സ്ഥാനങ്ങളിലേക്കായി ഇനി 71 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. എല്ലാ പരാതികളും പരിഹരിച്ചിട്ടുണ്ടെന്നും പൂർണ്ണ സുതാര്യതയോടെയും കുറ്റമറ്റ രീതിയിലുമാകും വോട്ടെടുപ്പ് നടക്കുകയെന്നും മുഖ്യഭരണാധികാരി പോൾ ടി ജോസഫ് അറിയിച്ചു. നാമനിർദ്ദേശ പത്രികകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ തർക്കങ്ങൾ നടന്നിരുന്നു. ഒടുവിൽ സമർപ്പിച്ച രേഖകളിലെ പേരിലെ പൊരുത്തക്കേടുകളും അപാകതകളും ചൂണ്ടിക്കാട്ടിയാണ് 8 പത്രികകൾ തള്ളിയത്. ശ്യാം കെ വിശ്വനാഥൻ, പി മനോജ് കുമാർ, SP തുളസീധരൻ, പി ബിജു, റെജി ചാക്കോ, കെ താലിബ്, അജിത് യൂസഫ്, SM റാഫി എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ ചർച്ചകൾക്ക് അവസരമില്ലെന്ന് മുഖ്യ ഭരണാധികാരി പോൾ ടി ജോസഫ് വ്യക്തമാക്കി. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു നമുക്ക് ഇത് ഫൈനലൈസ് ചെയ്യാനുള്ള. അപ്പോൾ ഇന്നലെ രാത്രി ഇരുന്ന് നമുക്ക് എല്ലാ ലിസ്റ്റും ഫൈനലൈസ് ചെയ്യാൻ പറ്റി. കുറച്ച് ആപ്ലിക്കേഷൻസ് ലാക്ക് ഓഫ് ഡോക്യുമെൻ്റ് കൊണ്ട് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതല്ലെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സും റെഡിയാണ്. അപ്പം എല്ലാ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മുന്നണി, കെ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മുന്നണി, മാത്തുക്കുട്ടി കടോൺ നയിക്കുന്ന ഒന്നാം മുന്നണി എന്നിവയാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. വിവിധ മുന്നണി നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഈ മീറ്റിംഗിൽ ഇപ്പം നമുക്കെല്ലാം അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റി. എവരിബഡി ഈസ് ഇൻ വൺ മൈൻഡ്. ഈ 3 മുന്നണി ആയിട്ടാണ് മത്സരിക്കുന്നത്. 3 മുന്നണിക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാം എന്താ പറയുക, ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കും ഒന്നുമില്ല. സെപ്റ്റംബർ 6 രാവിലെ 8 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. വൈകിട്ട് 5 മണി വരെ പോളിംഗ് തുടരും. അതേ ദിവസം തന്നെ രാത്രി ഫലപ്രഖ്യാപനം നടക്കും. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെ 7 ഭാരവാഹികളെയും 7 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും വോട്ടിലൂടെ തെരഞ്ഞെടുക്കും. വിജയിക്കുന്ന പാനലിന് 3 അംഗങ്ങളെയും പ്രസിഡന്റിന് 1 അംഗത്തെയും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരവും ലഭിക്കും. ഷിൻസു സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.